ഖത്തറിൽ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് പുറത്തോട്ടൊന്നും പോയിട്ടില്ല. എപ്പോഴും ചേട്ടനെയൊക്കെ കാണും. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകണം, ചേട്ടൻ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ലുസൈൽ സ്കൈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടി വന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ നമ്മുടെ ബസ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബസ് എടുത്തിട്ട് നേരെ നമ്മുടെ അൽവക്ര മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് മെട്രോ എടുത്തിട്ട് നേരെ ലുസൈൽ QNB മെട്രോയുടെ ലാസ്റ്റ് പോയിന്റ് ആട്ടോ ലുസൈലും. അങ്ങനെ നമ്മൾ ലുസൈൽ എത്തിയപ്പോൾ അവിടെ സ്കൈ ഷോ നടക്കുകയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഷോ ഫൈനലി നമ്മൾ ഡൗൺ ടൗൺ ലുസൈൽ എത്തിയിട്ടുണ്ട്. കുറേ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ ലുസൈൽ സ്കൈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലുസൈലിൽ ഞാൻ ഈവനിങ് ടൈമിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. ഒരു കിഡു ആംബിയൻസ് ആണ്. പിന്നെ നമ്മുടെ ഈദ് സെലിബ്രേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവറായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അന്ത്യമില്ലേ? എനിക്ക് വയ്യ, നടന്നെടുത്ത് ചത്ത്. നോർമലി നമുക്ക് ഇത്രയും നടക്കേണ്ട ആവശ്യമില്ല. ലുസൈലിനകത്ത് തന്നെ നമുക്ക് ട്രാം സർവീസ് ഉണ്ട്. ബട്ട് ഇന്ന് ക്രൗഡഡ് ആയതുകൊണ്ടായിരിക്കാം ട്രാം ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. ഫൈനലി നമ്മൾ സ്കൈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് പോയാൽ സ്കൈ ഫെസ്റ്റിവൽ നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു. പക്ഷെ നമ്മളെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ലുസൈൽ സ്കൈ ഫെസ്റ്റിവൽ ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലി ഈദ് സെലിബ്രേഷൻസിനും ഇവിടെ കർട്ടൻ വീണു എന്നൊക്കെ പറയാം. പിന്നെ നല്ല ക്രൗഡഡ് ആണ്. വേഗം നടന്നാൽ നമുക്ക് പെട്ടെന്ന് മെട്രോ പിടിക്കാം.